എട്ടും പൊട്ടും തിരിയാത്ത 10ഓളം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് തെരുവിലേക്ക് എറിഞ്ഞ ക്രിമിനലെ ഞാൻ കൊന്നു. ഇവിടുത്തെ നിയമപീഠത്തിന് ജീവപര്യന്തത്തിൽ കൂടുതലൊരു ശിക്ഷ അവന് കൊടുക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ കൊന്നത്. എന്നെ തൂക്കിലേറ്റു. എന്തുവാടെ രാവിലെ നിന്റെ പ്രശ്നം? എന്ത് അത് പിന്നെ സണ്ണിച്ചായ ഇന്നലെ കണ്ട സിനിമയിൽ നായകൻ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും നോക്കിയതാ. അത് ശരി, അപ്പൊ അഭിനയിച്ചു പഠിക്കായിരുന്നല്ലേ? എടാ, നിന്നെ പോലൊരുത്തൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു പണ്ട്, അഭിനയ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവൻ. ഇടയ്ക്കേതോ പടത്തിലൊക്കെ പോയി അഭിനയിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞു, എണ്ണ എന്റെ ആദ്യത്തെ പടമാണ്, അണ്ണൻ വന്ന് കാണണമെന്ന്. ആരാണോ നടൻ പറ ചായ. എന്നിട്ടെന്ത്, പടം തിയേറ്ററിൽ വന്നപ്പോ ഞങ്ങളെല്ലാം കൂടെ കാണാൻ പോയി. സർവ്വ ചെലവും ഈ അഭിനയിച്ചവന്റെ വക. സിനിമ കണ്ടപ്പം അവ ഇല്ലായിരുന്നു. അതെന്താ അയാള് കള്ളത്തരം പറഞ്ഞേ? അല്ലടേ, അവൻ കള്ളം പറഞ്ഞല്ലേ. സിനിമയിൽ ഇവ ഉണ്ട്, പക്ഷെ സ്റ്റണ്ടിന്റെ ഇടയിലുള്ള ഏതോ ചാക്കിനകത്താണ് ഇവൻ. പടത്തിന്റെ നീളം കൂടി പോയിട്ട് ഇവന്മാർ ഇവൻ ചാക്കിന്ന് ഇറങ്ങി വരുന്ന ഭാഗം കട്ട് ചെയ്തു. അല്ല, ഈ കഥ എന്നോട് പറയാനുള്ള കാരണം? അല്ല, അവനുവേ നിന്നെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അതാണ്. ഇവിടെ പിന്നെ ഒറ്റയ്ക്ക് അഭിനയിക്കാതെ ആരുടെ കൂടെ അഭിനയിച്ച് പഠിക്കാൻ അയച്ചായ? എടാ ആനന്ദേ, ഈ അഭിനയം എന്ന് പറയുന്നത് കണക്ക് പോലെ കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും പഠിക്കേണ്ട സാധനം അല്ല. സൂക്ഷ്മ നിരീക്ഷണം വേണം, മനസ്സിലായേ? സമൂഹത്തില് എന്നെ പോലെ മാന്യന്മാരെ ആളുകളെ കാണുമ്പോ നീ നിരീക്ഷിക്കണം, എന്നിട്ടത് ഉൾക്കൊള്ളണം, പഠിക്കണം. എന്നിട്ട് പിന്നെ കഥാപാത്രത്തിനെ കിട്ടുമ്പോ നീ ഇത് അതിൽ ആവേശിപ്പിക്കണം. അപ്പൊ സിനിമക്കാര് പറയും നീ ഒരു നടനാണെന്ന്. അതിപ്പോ ആളുകൾ പറയാറുണ്ട് എന്തൊരു നടനാണെന്ന്. ഇന്നാള് ഞാനും ടോണിയും കൂടെ വരുമ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവന്റെ ഫ്രണ്ടിനോട് പറയാ ഇവനൊരു നടനാന്ന്. നിന്നെ പറ്റി നടനാണെന്ന്. അപ്പൊ അവ ആരായിരിക്കണോടെ? ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അപ്പൊ നിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് സത്യത്തിൽ ഒരു നടന്മാരെയും കണ്ടിട്ടില്ല. ശരിക്കും നീ എന്നടാ മലയാള സിനിമയിൽ നടനായിട്ട് വരേണ്ടത്. താങ്ക് യു സണ്ണിച്ചായ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? എടാ, ഈ അഹങ്കാരം പിടിച്ച കുറെ എണ്ണം മലയാളം പടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് അങ്ങനെ തന്നെ വേണം. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് പോയാ പോരെ ചായ? എന്തുവാടേ ഫോർമാലിറ്റി ആണോ ഇത്? ഫോർമാലിറ്റി ഒന്നുമല്ല. അപ്പനും അമ്മ എന്നെ നാട്ടിൽ പോയി കിടക്കണം. ഞങ്ങൾക്ക് വല്ലപ്പോഴും ആകെ തേടി വരാറുള്ളൊരു ബന്ധു സണ്ണിച്ചായനാ. ആ സണ്ണിച്ചായനോട് ഞങ്ങൾക്ക് എന്തിനാ ഫോർമാലിറ്റി? എന്താടാ മക്കളെ ഇത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എന്നെ നിനക്കൊക്കെ അറിഞ്ഞൂടെ? എന്നിട്ടാണോ പോവാൻ നേരം ഇമാതിരി സാധനങ്ങൾ കൊണ്ട് ഇറക്കണേ? പിന്നെ എന്തിനാ എത്ര ധൃതിപ്പെട്ടി ചെയ്യാൻ പോണേ? ഈ 3-4 ദിവസം ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അതുകൊണ്ടല്ലടാ മക്കളെ, എനിക്ക് രൂക്കച്ചാനും പിള്ളേരെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ. പിന്നെ തിരുവനന്തപുരം അത്ര ദൂരെയൊന്നും അല്ലല്ലേ, ഒറ്റ വിളിക്ക് ഞാൻ പറന്നിങ്ങ് വരും. ഇങ്ങോട്ട് അതിനി ഇപ്രാവശ്യം ഉണ്ടായ പോലെ എന്തെങ്കിലും കാരണം ഉണ്ടാവണം അല്ലേ ചായ? അത് ശരി തന്നെ, എനിക്ക് കൈയെത്തി പിടിക്കാൻ പറ്റാത്ത സ്ഥലമൊന്നും അല്ലല്ലോ കൊച്ചി. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ റബ്ബറിന്റെ പണിയേക്കാളിൽ എനിക്കറിയാവുന്നത് കലിപ്പുണ്ടാക്കാനാണ്. അതുകൊണ്ടെന്ത്, നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയി. ഒന്നുമില്ലടാ മക്കളെ. കേട്ട പോറ കൊച്ചേ, എനിക്ക് ഭൂമുഖത്ത് ബന്ധുക്കളായിട്ടുള്ളതാ എന്റെ ഈ റോയ് മോനും ഈ ടോണിക്കുട്ടനുമാണ്. ഇവന്മാരെ നേരെ ഒരുത്തനെങ്കിലും ഒന്ന് തുറച്ചു നോക്കിയെന്നെങ്കിലും അറിഞ്ഞ അപ്പൊ തന്നെ അടുത്തുള്ള റേഷൻ കടയിൽ നിന്ന് ഒരു കന്നാസ് മണ്ണെണ്ണയായിട്ട് ഞാനിങ്ങെത്തും. അഥവാ എത്തിയില്ലെങ്കിൽ അപ്പ വിചാരിച്ചോണം ഞാൻ ചത്തന്നു. എന്റെ മണ്ണെണ്ണ കന്നാസെടുത്ത് വണ്ടി വെച്ചാടാ. എന്നാ മക്കളെ പൊടടാ. ഓക്കേ സണ്ണിച്ചായ. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നീ ക്ഷമിക്കണം. ഒരു കാര്യം പറയട്ടെ? ഇച്ചായം പറഞ്ഞു. എടേ, നിന്റെ ഭാര്യയും കൊച്ചും ഒരു സ്ഥലത്ത് ജീവനോടുണ്ടെന്ന് നീ മറക്കരുത്. ഇടയ്ക്ക് സമയം കിട്ടുമ്പം അതോടൊന്ന് ആലോചിക്കണം. ഒറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിലും കുടുംബമായിട്ട് ജീവിക്കാനാണെങ്കിലും നിനക്കൊരു തീരുമാനം കാണുമല്ലോ, അതെനിക്കൊന്നറിയണം. ഞാൻ ആലോചിച്ചിട്ട് പറയിച്ചായ. ആലോചിക്കണം. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം പറയാൻ വേണം. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ നിന്റെ പപ്പയും അമ്മയും വിളിച്ച് സംസാരിക്കും. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനമായ ഞാൻ അറിയിക്കും. പോരെ? മതി. നീ ചെറുപ്രായല്ലേടാ റോയി, ജീവിതം ഇനി ഒരുപാടുണ്ട്. നീ ചിന്തിക്കണം. ഒരു കാര്യം ഉറപ്പിച്ചു, നമ്മൾ പഴയ പരിപാടിയൊക്കെ നിർത്തിയെങ്കിലും എന്തിനും ഏതിനും ഈ ഇച്ഛ നിന്റെ കൂടെ കാണും. ഓക്കേ?
എനിക്കറിയാം ചായ. അപ്പൊ ഇറങ്ങട്ടെ. ആ പിന്നെ ചായ, ഉം? ലൂക്കോസിനോടും പിള്ളേരോടും എന്റെയും ടോണിയുടെ അന്വേഷണം പറഞ്ഞു. ആയിക്കോട്ടെ. സണ്ണി ചായ. എന്താടേ ഒന്നുമില്ല. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ.